ഈ സമരം അവസാനിപ്പിക്കുക എന്നുള്ളതും ഒരു പ്രധാനപ്പെട്ട കാര്യമാണല്ലോ. അപ്പോൾ 21,000 രൂപ എന്ന ആവശ്യം ഒരു പക്ഷേ പല പ്രായോഗിക കാരണങ്ങളാൽ നടന്നില്ലെന്ന് വരാം. പക്ഷേ ഇപ്പോൾ JP നദ്ദ ഉയർത്തുമെന്ന് പ്രഖ്യാപിച്ചിട്ടുണ്ട്. എത്രയെന്നോ എപ്പോഴെന്നോ പറഞ്ഞിട്ടില്ല. അതൊരു പ്രതീക്ഷ നൽകുന്ന കാര്യമാണ്. സംസ്ഥാനം കൂടി ഉയർത്തിയിരുന്നു. ഈ സമരത്തിലൊരു സമവായത്തിൻ്റെ പോയിന്റ് നിങ്ങളെ സംബന്ധിച്ച് എപ്പോഴാണ് എത്തുക? ഇനിയും ഈ സമരം അവസാനിപ്പിച്ച് ഫീൽഡിലേക്ക് ഇറങ്ങുകയും ജോലി ചെയ്യുകയൊക്കെ ചെയ്യുക എന്നുള്ളതായിരിക്കുമല്ലോ നിങ്ങളുടെ ഏറ്റവും വലിയ പ്രതീക്ഷ. തീർച്ചയായും ഈ കേന്ദ്ര സർക്കാരും കേരള സർക്കാരും ചേർന്നൊരു സമവായത്തിൽ എത്തിച്ചേരണം. ഞങ്ങൾ ഈ പാവപ്പെട്ട ആശമാർ ഇന്ന് 30 ദിനരാത്രങ്ങൾ ഈ സെക്രട്ടറിൻ്റെ ഫ്രണ്ടിൽ കഴിഞ്ഞുകൂടുകയാണ്. ഞങ്ങൾക്കും കുടുംബവും കുട്ടികളും ഒക്കെ ഉള്ളതാണ്. അതെല്ലാം ഉപേക്ഷിച്ചിട്ട് ഞങ്ങൾ ഇവിടെ വന്നിരിക്കുകയാണ്. ഉപേക്ഷിച്ചു എന്ന് വെച്ച് കഴിഞ്ഞാൽ ഞങ്ങൾ അവരുമായിട്ട് ഒരു കൂടിച്ചേരലും ഞങ്ങൾക്ക് പറ്റുന്നില്ല. ഞങ്ങൾ ഈ 62 വയസ്സാകുമ്പോൾ പിരിഞ്ഞു പോകണമെന്നൊരു കേരള സർക്കാരിൻ്റെ ഉത്തരവുണ്ട്. യാതൊരു ആനുകൂല്യവും ഇല്ലാതെ 10-20 വർഷക്കാലം സർക്കാരിന് സേവനം ചെയ്തിട്ട് വെറും കൈയോടെ പോയാൽ ഇന്നത്തെ സമൂഹത്തിലെ അവസ്ഥ എന്താണെന്ന് അറിയാം. പാവപ്പെട്ട മാതാപിതാക്കളെയൊക്കെ വഴിയരികിലും വെട്ടിക്കൊല്ലുന്നതൊക്കെ ഒരു സാഹചര്യമാണ്. അപ്പം ഞങ്ങൾ സർക്കാരിനെ സേവിച്ചിട്ട് ഇറങ്ങി പോകുമ്പോൾ ചെറിയൊരു പെൻഷൻ ആനുകൂല്യവും ഒരു വീട്ടുകാരെ സേവിച്ചു ഇവിടെ വന്നിട്ട് ഞങ്ങൾ എന്ത് തരാം എന്ന് തീർച്ചയായും ഇന്നത്തെ തലമുറയിലെ മക്കളാണ് പറയില്ല എന്നൊന്നും ഞങ്ങൾക്ക് യാതൊരു ഇതുമില്ല. ഞങ്ങൾക്ക് അങ്ങനെ പ്രതീക്ഷിക്കാം. കാരണം എന്ന് വെച്ചാൽ ഇന്നത്തെ കാലഘട്ടം അങ്ങനെയാണ്, നമ്മുടെ നാടിൻ്റെ പോക്കും അങ്ങനെയാണ്. അതുകൊണ്ട് ഞങ്ങൾക്ക് ഈ സർക്കാരിനെ സേവിച്ചിട്ട് പോകുമ്പോൾ മാന്യമായൊരു കുടിശ്ശിക ഞങ്ങൾക്ക് വേതനം അതായത് നൽകണം, പെൻഷൻ നൽകണം. മാസം തോറും മുടങ്ങാതൊരു പെൻഷനും നൽകണം. കാരണം സർക്കാരിൻ്റെ പോലും MP-മാരുടെ MLA-മാരുടെയൊക്കെ PA ആയിട്ട് നടക്കുന്ന പോലും 2.5 വർഷക്കാലം അവർ സേവനം അനുഷ്ഠിച്ചാൽ ജീവിതാവസാനം വരെ അവർക്ക് പെൻഷൻ നൽകുന്ന ഒരു സമൂഹമാണ്. ഈ മന്ത്രിമാർക്കും MLA-മാർക്കും MP ആയിരിക്കുമ്പോഴും MLA ആയിരിക്കുമ്പോഴും വിവിധ പെൻഷനുകളുണ്ട്. വർഷക്കാലം ഇത് MSSI ജോലിക്ക് കയറിയ ആന്റിമാരുണ്ട്. അവർക്കൊക്കെ 62-65 വയസ്സായവരുണ്ട്. അവർ ഒന്നും ലഭിക്കാത്തത് കൊണ്ടാണ് ഇതിൽ നിൽക്കുന്നത്. എന്തെങ്കിലും ഒരു ആനുകൂല്യം സർക്കാർ പ്രഖ്യാപിച്ചു കഴിഞ്ഞാൽ അവർ നാളെ പോവും അടുത്ത് വേറൊരാൾക്ക് ഈ ജോലിയിലേക്ക് കയറാം. കാരണം അഭ്യസ്ത വിദ്യരായ ഒരുപാട് പേരാണ് ഉള്ളത്. പണ്ടത്തെ പോലെ 8ാം ക്ലാസ് പാസ്സായവരല്ല. ഞാൻ ഉൾപ്പെടെ ഡിഗ്രിയാണ്, MA ഒക്കെ പഠിച്ചവരുണ്ട്. അപ്പൊ സർക്കാർ അനുകൂലമായ ഒരു നടപടി എടുക്കണം. 17-ാം തീയതി ഞങ്ങളെ സെക്രട്ടേറിയറ്റ് ഉപരോധിക്കുന്നതിന് മുമ്പായിട്ട് ഞങ്ങളുമായിട്ട് ചർച്ചയ്ക്ക് വിളിക്കണം, ഞങ്ങളെ പ്രതിനിധികളെ വിളിക്കണം. കേന്ദ്ര ഗവൺമെന്റിൽ നിന്ന് ഇപ്പോൾ ഒരു അനുകൂലമായ നടപടി വന്നിട്ടുണ്ട്. അതേപോലെ കേരള സർക്കാർ ഇടപെട്ടുകൊണ്ട് ഞങ്ങൾക്ക് മാന്യമായ വേതനം നൽകി ഞങ്ങളെ കുടുംബങ്ങളിലേക്ക് പറഞ്ഞയക്കും. ശരി, തീർച്ചയായും അത് ന്യായമായ ആവശ്യമാണ്. എന്ന് മാത്രമല്ല ഞങ്ങളാണ് നമ്പർ 1 എന്ന് അഭിമാനിക്കുന്ന കേരളത്തെ സംബന്ധിച്ച് മാതൃകകളുണ്ട്. കേരളമല്ല വിരമിക്കൽ ആനുകൂല്യം പ്രഖ്യാപിച്ചുള്ള സംസ്ഥാനം. പശ്ചിമ ബംഗാളും ഹരിയാനയും ആന്ധ്രയും അടക്കം വിരമിക്കൽ ആനുകൂല്യങ്ങൾ പ്രഖ്യാപിച്ചിട്ടുണ്ട്. ഇവർ ഉന്നയിക്കുന്ന ആവശ്യങ്ങൾ അവർ കേൾക്കുകയും അത് സംബന്ധിച്ച് ഉത്തരവിറക്കുകയും ചെയ്തിട്ടുണ്ട് എന്ന കാര്യം കൂടി കേരള സർക്കാർ ഓർക്കണം. ഞങ്ങളാണ് നമ്പർ 1, ഞങ്ങളാണ് എല്ലാം ചെയ്യുന്നത് എന്ന് അവകാശപ്പെടുന്നവർ അതുകൂടി കാണണം.